നമസ്കാരം. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിൽ പോലീസിന്റെ നിർണായക നീക്കം. അഫ്വാൻ ഇളയ മകനെ ആക്രമിച്ച വിവരം ആശുപത്രിയിൽ കഴിയുന്ന ഉമ്മ ഷെമീനയെ അറിയിച്ചു. സൈക്കാട്രി ഡോക്ടർമാരുടെ സാന്നിധ്യത്തിൽ പിതാവ് അബ്ദുൾ റഹീമും ബന്ധുക്കളുമാണ് ഈ വിവരം ഷെമീനയെ അറിയിച്ചത്. ഉമ്മയെയും ഇളയ മകൻ അഫ്സാനെയും അഫ്വാൻ ആക്രമിച്ചു എന്ന കാര്യം മാത്രമാണ് പറഞ്ഞത്. ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം ഇളയ മകൻ അഫ്സാൻ ഐസിയുവിലാണ് എന്ന് മാത്രമാണ് പറഞ്ഞത്. മരിച്ച കാര്യം പറഞ്ഞില്ല. ഇത് കേട്ടതോടെ ഷെമീനയ്ക്ക് ദേഹാസ്വസ്ഥ്യമുണ്ടായി. ഉടൻ തന്നെ ഇവരെ ഐസിയുവിൽ പ്രവേശിപ്പിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതി അഫ്വാനെ 3 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. മുത്തശ്ശിയെ കൊലപ്പെടുത്തിയ കേസിൽ നെടുമങ്ങാട് കോടതിയാണ് അഫ്വാനെ പാങ്ങോട് പോലീസിന് കൈമാറിയത്. ഇന്ന് പോലീസ് സ്റ്റേഷനിൽ വിശദമായി ചോദ്യം ചെയ്ത ശേഷം നാളെ തെളിവെടുപ്പിന് കൊണ്ടുപോകും. ഇതിനുശേഷം വെഞ്ഞാറമൂട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളിൽ കസ്റ്റഡിയിൽ വാങ്ങും. എല്ലാ കൊലക്കേസുകളിലും അഫ്വാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞു. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതി അഫ്വാന്റെ മാനസിക നില പരിശോധനയ്ക്കായി പോലീസ് മാനസികാരോഗ്യ വിദഗ്ധരുടെ പാനൽ തയ്യാറാക്കിയിട്ടുണ്ട്. കോടതിയുടെ അനുമതിയോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശേഷമായിരിക്കും മാനസിക പരിശോധനകൾ നടത്തുക. 23 വയസ്സ് മാത്രം പ്രായമുള്ള അഫ്വാന്റേത് അസാധാരണ പെരുമാറ്റമെന്നാണ് വിലയിരുത്തൽ. കൂട്ടക്കൊലപാതകങ്ങൾക്കിടയിൽ പുറത്തിറങ്ങുമ്പോഴെല്ലാം സാധാരണ മനുഷ്യനെ പോലെയായിരുന്നു അഫ്വാന്റെ പെരുമാറ്റം. ഈ സാഹചര്യത്തിലാണ് അഫ്വാന്റെ മാനസിക നില പരിശോധിക്കാൻ മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായം തേടാൻ പോലീസ് തീരുമാനിച്ചത്. പരിശോധനയ്ക്കും നിരീക്ഷണത്തിനുമായി അഫ്വാനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കണമെന്ന് ഡോക്ടർമാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കോടതിയുടെ അനുമതിയോടെ ഇതിനായി നടപടികൾ സ്വീകരിക്കും. അഫ്വാനെ നിരീക്ഷിക്കാൻ 24 മണിക്കൂറും ജയിലിൽ ഉദ്യോഗസ്ഥരുണ്ട്. താനും ജീവനൊടുക്കുമെന്ന് ജയിലിലെത്തിയ ശേഷം അഫ്വാൻ ജയിലുദ്യോഗസ്ഥരോട് പറഞ്ഞിരുന്നു. ഇതേ തുടർന്നാണ് പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്തിയിരിക്കുന്നത്.